ഹായ് കൂട്ടുകാരെ, ഗ്രീൻ ആപ്പിൾ താമര കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്തിട്ട് കുറേ നാളുകളായി. കാരണം മുറ്റത്തുള്ള പൂക്കൾ മാത്രമുള്ള വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് മാത്രമേ ചെയ്യാറുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ ഗ്രീൻ ആപ്പിളിൽ കുറച്ച് പൂക്കളുണ്ട്, മുട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഇത് ഇന്ന് വിടർന്ന പൂവാണ് കേട്ടോ. ഇന്ന് രാവിലെ വിടർത്തുന്നതാണ്. ഗ്രീൻ ആപ്പിളിൻ്റെ പൂവൊന്ന് നമ്മൾ വിടർത്തി കൊടുക്കണമെങ്കിൽ വിരിയുള്ളൂ ശരിക്കും. ഇത് ഇന്നലെ വിടർത്തിയതാണ് കേട്ടോ. ഇത് അതിൻ്റെ ഒരു മുട്ടുണ്ട്. ഇതൊരു 2-3 ദിവസം കഴിയും ഇനി വിടർത്തണമെങ്കിൽ. ഇത് പിന്നെ ഇവിടെ 2 മുട്ടുകൾ കൂടിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ വരാൻ കാരണം എന്താണെന്നോ, ഞാൻ കഴിഞ്ഞ തവണ ഇത് ഒരു റണ്ണർ നട്ടതാണ് കേട്ടോ. റണ്ണർ നട്ടിട്ട് കഴിഞ്ഞ തവണ അധികം പൂത്തൊന്നുമില്ല. ഇത്തവണ ഞാൻ റിപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെ നിർത്തിയിട്ട് കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരിയിൽ കുറച്ച് കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ തടത്തിൽ ഈ പാത്രത്തിൽ കുഴിച്ചിട്ടു. കടലാസി പൊതിഞ്ഞിട്ട് വേണം കേട്ടോ കുഴിച്ചിടണമെങ്കിൽ. അങ്ങനെ ചെയ്തു. അപ്പോഴാണ് കേട്ടോ ഇങ്ങനെ വന്നത്. ഇത് ഇത്രയും വൃത്തിയിൽ വന്നത് അപ്പോഴാണ്. പിന്നെ മുട്ടും പൂക്കളൊക്കെ ആയിട്ട് വന്നത് കണ്ടില്ലേ. അപ്പോൾ ഈ ഗ്രീൻ ആപ്പിള് പൂക്കളും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, നല്ല പൂവായിരുന്നു എന്ന്. എനിക്കിഷ്ടമാണ് ഗ്രീൻ ആപ്പിള്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബൈ.